അല്ല, എനിക്ക് ആക്ച്വലി ചെറുപ്പം മുതൽ തന്നെ എഴുത്തിനോടും നാടകത്തിനോടും സിനിമയോടൊക്കെ താല്പര്യമുണ്ടായിരുന്നു. ശബരിമല സന്നിധാനവും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സിലുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സന്നിധാനം ഷൂട്ട് ചെയ്യണം. അപ്പം അവിടെ നമുക്ക് അത് റീക്രിയേറ്റ് ചെയ്യാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ സിനിമകൾ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പ്രോജക്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഹരിവരാസനം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അങ്ങനെ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. നമ്മൾ നമ്മുടെ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളതൊരു സിനിമാ സെറ്റിലാണ്. ഏത് സിനിമയെന്നൊരു സംശയം ഉണ്ടാവും. ഹരിവരാസനം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. സൈജു കുറുപ്പ് നായകനാകുന്ന പുതിയ സിനിമ. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എ അമ്പാടിയാണ് നമുക്കപ്പോൾ. സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹരിവരാസനം പേര് കേട്ടാൽ തന്നെ ഒരു സ്പിരിച്വൽ ലൈനാണോ എന്ന് നമുക്ക് സംശയിക്കും. അങ്ങനെ ശരിക്കും ഒരു സ്പിരിച്വൽ സിനിമയാണോ? ഇതൊരു അയ്യപ്പൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആ പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബകഥയാണ്. ഇതിനകത്ത് ആക്ച്വലി വിശ്വാസത്തിൻ്റെ അതുപോലെ തന്നെയുള്ള യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്ന ആ ചിന്താധാരകളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സ്പിരിച്വൽ എന്ന രീതിയിലേക്ക് നമുക്കിതിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ബേസിക്കലി ഒരു ഫാമിലി സിനിമയാണ്. അപ്പോൾ ഈ സൈജു കുറുപ്പ് നേരത്തെയും ഇത്തരത്തിൽ ഈ അയ്യപ്പൻ്റെ ഇതുമായി ബന്ധപ്പെടുന്ന സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണോ പുള്ളിയെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്? അല്ലെങ്കിൽ സാറിന് അതിൽ എന്തെങ്കിലും റോളുണ്ടോ ആളെ തിരഞ്ഞെടുത്തതിൽ? അല്ല, സ്വാഭാവികമായിട്ട് സൈജു കുറുപ്പിനെ പോലെ ഒരാൾ ഈ സിനിമയിൽ വരുമ്പം അത് മാളികപ്പുറം പോലൊരു സിനിമയായിട്ട് ഡെഫിനറ്റ്ലി ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ നമ്മൾ ആക്ച്വലി ഈ സിനിമ എഴുതി ഞാനും രാജേഷും ഒരുമിച്ച് ചേർന്ന് ഈ സിനിമയായിട്ട് മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരേ ഒരു പേരാണ് സൈജു കുറുപ്പ്. സൈജു കുറുപ്പിനോടാണ് ഞങ്ങൾ ഈ കഥ പറയുന്നത്. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് ആ പ്രൊജക്റ്റ്. ഇത് കുറച്ചൊരു സീരിയസ് സിനിമയാണോ അതോ ശരിക്കും സൈജു ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ? ഒരു സീരിയസ് സിനിമ എന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി ലൈറ്റായിട്ട് തുടങ്ങി ഒരു ഇഷ്യൂ വന്നിട്ട് ആ ഇഷ്യൂവിനെ അവരെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിവൃത്തം. ഇപ്പോൾ സൈജുവിൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ ഭയങ്കര കുറച്ചുകൂടി കോമഡി ആയിട്ട് അല്ലെങ്കിൽ പുള്ളി കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ട്, കാരണം കുറേ വർഷത്തിനിടയിൽ പുള്ളിക്ക് കിട്ടുന്ന നല്ല കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒരു മാർക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു ഇതുവരെ അദ്ദേഹം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ തമാശകളും അതുപോലെ തന്നെയുള്ള ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ മറ്റ് ക്യാരക്ടേഴ്സിലൂടെയാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഈ വലിയ സെറ്റൊക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ അത് എത്രത്തോളം ചാലഞ്ചിങ് ആണ് ശരിക്കും ഇതുപോലൊരു സിനിമ എടുക്കാനായിട്ട്? അത് ആക്ച്വലി ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി നമുക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ പോയി അറ്റ്മോസ്ഫിയറൊക്കെ എടുത്തുകൊണ്ട് വരാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശബരിമല സന്നിധാനവും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സിലുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സന്നിധാനം ഷൂട്ട് ചെയ്യണം. അപ്പം അവിടെ നമുക്ക് അത് റീക്രിയേറ്റ് ചെയ്യാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആൾക്കാർ ഭയങ്കര കെയർഫുള്ളാണ്. എല്ലാവരും സ്ഥിരം പോയിട്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ 18 താഴെ ഒരു രണ്ട് സൈഡിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു സൈഡിലൊരു ആനയുണ്ട്. അപ്പോൾ ആ ആനയുടെ തുമ്പിക്കൈ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയുന്നതെന്ന് പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഒരാൾ വന്നിട്ട് പറയും ഞാൻ അത് നോക്കാൻ വന്നതാണ്, അത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് പറയും. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കും. കാര്യം അത്ര വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമാണല്ലോ. ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറേ പ്രശ്നങ്ങളും ഇതൊക്കെയുണ്ട്, വിവാദങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ കുറച്ചും കൂടി ഒരു പക്ഷേ ശ്രദ്ധ ആളുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ശരിക്കും മുന്നിൽ കാണുന്നുണ്ടോ? ആക്ച്വലി നമ്മുടെ സിനിമ ഈ ഒരു വളരെ റീസെൻ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സി ആയിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടാണോ. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ അതേപോലെ അത്യാവശ്യം രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് ആൾക്കാർ അങ്ങനൊരു സംശയം പല ആൾക്കാർ എന്നെ വിളിച്ചു. പക്ഷേ അങ്ങനെയല്ല. ഇതൊരു ടോട്ടലി ഫിക്ഷനായിട്ടുള്ള ഒരു ഫിക്ഷണൽ കഥയാണ്. അതൊരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊരു അച്ഛൻ, അമ്മ, അവരുടെ ഒരു കുട്ടി, അവരെ ബാധിക്കുന്ന ഒരു വിഷയം. അതിനകത്തു നിന്നുള്ള അവരെ എങ്ങനെയാണ് അവരതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്കലി. ഇപ്പോൾ 3 സിനിമകൾ ഇതിന് മുമ്പ് വന്നിട്ട് 4ാമത്തെ സിനിമയാണ്. ഈ എന്ത് വ്യത്യാസമാണ് ഈ ആദ്യത്തെ അയാളിൽ നിന്ന് ഈ ഹരിവരാസനത്തിലേക്ക് എത്തുമ്പോൾ? അയാൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പീരീഡ് ഫിലിമായിരുന്നു. ഒരു 1950കളുടെ ആ ഒരു സമയത്ത് വിമോചന സമരം അതൊക്കെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പുള്ളുവൻ്റെ ഒരു കഥയായിരുന്നു. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിരുന്നു. അതിൻ്റെ ആഖ്യാനവും എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ട് 5 സംസ്ഥാന അവാർഡുകളൊക്കെ കിട്ടിയൊരു സിനിമയായിരുന്നത്. പക്ഷേ അത് കൂടാണ് നമ്മൾ സിനിമ എന്താണെന്ന് നമ്മളിപ്പോൾ എഴുതാനൊക്കെ അറിയാമെങ്കിലും ഒരു സിനിമ വന്ന് അതിൻ്റെ ഒരു മെക്കാനിക്സൊക്കെ മനസ്സിലായത് അയാളിൽ കൂടെ വന്നതുകൊണ്ടാണ്. അതിനുശേഷം പിന്നെ പല സിനിമകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ സംഭവിച്ചത് 2017 പോക്കിരി സൈമൺ എന്ന സിനിമയാണ്.
അതിനുശേഷം തൃശ്ശൂർ പൂരം എന്നൊരു സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. പിന്നാണ് ഞാനിപ്പോൾ ഈ മഹാദേവ് കാ ഗോരഖ്പൂർ എന്നൊരു ഹിന്ദി സിനിമ, ഞാനും ഈ ഹരിവരാസൻ്റെ ഡയറക്ടറോടെ ചേർന്ന് ഒരുമിച്ച് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ ദൂരദർശനിലായിരുന്നല്ലോ നേരത്തെ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗം തന്നെയാണ് ഒരു. ഞാനിപ്പോഴും ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസറാണ്. അപ്പോൾ ഈ അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിലൊക്കെ, വലിയ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ സിനിമ എഴുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ചിന്തയൊക്കെ എളുപ്പമായിരുന്നോ? അല്ലെങ്കിൽ അല്ല, എനിക്ക് ആക്ച്വലി ചെറുപ്പം മുതൽ തന്നെ എഴുത്തിനോടും നാടകത്തിനോടും സിനിമയോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് അതിനകത്ത് ഞാൻ തുടരാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യവും അതിനകത്ത് കുറച്ച് മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദൂരദർശനായാലും ആകാശവാണിയായാലും അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ താല്പര്യം, ആ മേഖലയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ബ്യൂറോക്രാറ്റിക് സംഭവമാണ്. അങ്ങനെയാണ് അതിനകത്ത് വന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അത് ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു സംഭവം അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബ്യൂറോക്രസിയെ പറ്റി പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഇപ്പോൾ ഒരു നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് താങ്കൾ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പോക്കിനെ വിലയിരുത്തുന്നത്? അല്ല, ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാറിയ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു ഗവൺമെൻറ്റിനെ നമുക്ക് അസസ് ചെയ്യാൻ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം സമയമെങ്കിലും നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ഏത് ഗവൺമെൻറ് ആയാലും ശരി നമുക്ക് അതിൻ്റെ അതിനെ നമുക്ക് അറ്റ്ലീസ്റ്റ് വിലയിരുത്തി തുടങ്ങാനെങ്കിലും പറ്റത്തുള്ളൂ. 6 മാസം തന്നെ വളരെ ഷോർട്ട് ടൈമാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് 6 മാസവും ഇല്ലാതെ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു കമൻറ്റ് ചെയ്യുന്നത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഹരിവരാസനാണ് മനസ്സിൽ മുഴുവനെന്ന് തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്? അതായത് അല്ല, തീർച്ചയായിട്ടും ഒരു കഥാകൃത്ത് എന്ന നിലയിൽ നമ്മൾ കഥകൾ എഴുതുമല്ലോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞോട്ട് തോന്നലുകൾ ഉണ്ടാകുമ്പോഴോ കഥ എഴുതും. അപ്പോൾ അങ്ങനെ എഴുതി എനിക്ക് തോന്നുന്നത് ഞാനും പൂർത്തിയാക്കിയ 8 or 10 തിരക്കഥകളുണ്ട്. ഞാൻ രാജേഷും തന്നെ ഒരുമിച്ച് ചർച്ച ചെയ്ത പല സിനിമകളുണ്ട്. പക്ഷേ സിനിമകൾ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പ്രോജക്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ നടക്കുന്നത്. ഹരിവരാസനം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അങ്ങനെ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. നമ്മൾ നമ്മുടെ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താവും നോക്കാം. ഇത് കുറച്ചുകൂടി ഒരു ആളുകളിലേക്ക് ഇടങ്ങുന്ന അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു മാർക്കറ്റിലേക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പോൾ അതിലും വലിയൊരു ബിഗ് പ്രോജക്ട്സ് ആണ് എപ്പോഴും എല്ലാവരും ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയിലുണ്ട്. ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാമോ അങ്ങനെ ഒരു? അല്ല, അത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് മറ്റുള്ള ആൾക്കാരോട് സമ്മതിച്ച് തരണമല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ ബിഗ് പ്രോജക്റ്റ് ആവണമെങ്കിൽ ബിഗ് സ്റ്റാർസ് വേണം. ഞാനും രാജേഷോട് ആക്ച്വലി ഒരു വലിയൊരു സ്റ്റാറിനോട് ഒരു കഥ പറഞ്ഞ് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില ഡിസ്കഷൻസ് നടക്കുന്നു. ഓക്കെ, ഏതായാലും ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രയെല്ലാം അടിപൊളിയാവട്ടെ. പിന്നെ എന്തായാലും ഈ ഹരിവരാസനം വലിയ ഹിറ്റാവട്ടെ. കാരണം ആളുകളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ. ഈ ഒരു നമ്മുടെ ഒരു സാമൂഹിക മാറ്റത്തിനനുസരിച്ചുള്ള ഇത് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ 18-ാം പടിയൊക്കെ വന്ന സമയത്തൊക്കെ വലിയ പ്രതീക്ഷയും അങ്ങനെയായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇതും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടിപൊളിയാവട്ടെ. താങ്ക് യു.